നമസ്കാരം. വീണ്ടും കൂടുതൽ രാജ്യങ്ങൾക്ക് മുന്നിൽ യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ട്രംപ് ഭരണകൂടം. ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട ആശങ്കകൾ ചൂണ്ടിക്കാട്ടിയാണ് 12 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാരുടെ യാത്ര അമേരിക്ക നിരോധിച്ചിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാൻ, മ്യാൻമർ, ചാഡ്, കോങ്കോ, എക്വറ്റോറിയൽ ഗിനി, ഹെയ്തി, എറിട്രിയ, ഇറാൻ, ലിബിയ, സൊമാലിയ, സുഡാൻ, യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവർക്കാണ് അമേരിക്കയുടെ വിലക്ക് ബാധകമാവുക. തിങ്കളാഴ്ച മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വരും. ക്യൂബ അടക്കം 7 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് ഭാഗിക വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് ഈ നടപടി അനിവാര്യമാണ് എന്നാണ് ട്രംപിന്റെ വിശദീകരണം. നമ്മുടെ രാജ്യത്തേക്ക് വന്ന് നമ്മെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്ന അപകടകാരികളായ വിദേശികളിൽ നിന്ന് അമേരിക്കക്കാരെ സംരക്ഷിക്കുമെന്ന തന്റെ വാഗ്ദാനം പ്രസിഡന്റ് ട്രംപ് നിറവേറ്റുകയാണ് എന്നായിരുന്നു വൈറ്റ് ഹൗസ് വക്താവ് അബിഗെയിൽ ജാക്സൺ എക്സിൽ കുറിച്ചത്. 2017 ട്രംപ് പ്രസിഡന്റായിരുന്ന സമയത്തും സമാനമായ രീതിയിൽ രാജ്യങ്ങൾക്ക് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ഇറാഖ്, സിറിയ, ഇറാൻ, സുഡാൻ, ലിബിയ, സൊമാലിയ, യമൻ എന്നിവയുൾപ്പെടെ 7 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്കാണ് ട്രംപ് അന്ന് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിരുന്നത്. 2017 ജനുവരിയിലായിരുന്നു ട്രംപ് ഇത് സംബന്ധിച്ച എക്സിക്യൂട്ടീവ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. പിന്നീട് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ 2021 ആ നയം റദ്ദാക്കിയിരുന്നു.